എല്ലാവർക്കും ഹായ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേക്കഡ് ട്രൂത്ത്. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ സെക്സ് സംബന്ധിച്ച് ഒരു ചോദ്യത്തിനു നിറയെ മറുപടി തരുന്നതായിരിക്കും. ഞാൻ ശില്പ. നമ്മൾക്ക് തുടങ്ങാം. ഇരുപത്തഞ്ചുകാരി ഡൽഹിയിൽ നിന്ന് എഴുതുന്നു. ഞാൻ പിൽസും അയോഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മറ്റ് ബർത്ത് കൺട്രോൾ വിധികൾ എന്താണ്? പിന്നെ സ്റ്റെറിലൈസേഷൻ എന്താണ്? സ്റ്റെറിലൈസേഷൻ സ്ഥിരമായ ഗർഭനിരോധന വിധിയാണ്. ബാക്കി ഗുളികയും അയോഡിയും താൽക്കാലികമാണ്. ഓപ്പറേഷനിൽ കൂടെ ഫലോപ്പിയൻ ട്യൂബ്സിനെ മുറിക്കുകയോ അടച്ചുകെട്ടുകയോ ചെയ്തു എഗ്ഗിന്റെ ഗർഭപാത്രത്തിലേക്കുള്ള പ്രവേശനം തടയും. ഇത് കാരണം എഗ്ഗ് ഒരിക്കലും ഫെർട്ടിലൈസ് ആകുകയില്ല. ഇതിന്റെ ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ്, 1% കുറിച്ച്. സ്റ്റെറിലൈസേഷൻ നിങ്ങളുടെ പീരിയഡിനെയും സെക്സ് ലൈഫിനെയും ബാധിക്കുകയില്ല. ആലോചിച്ചു തീരുമാനിച്ചു സ്റ്റെറിലൈസേഷൻ ചെയ്യുക. എന്തെന്നാൽ ഇതിനെ റിവേഴ്സ് ചെയ്യുക വളരെ കഷ്ടമാണ്. 100% കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് തീരുമാനിച്ച് സ്ത്രീകൾ മാത്രം ഇതിനെ ചെയ്യുക. എല്ലാ ഓപ്പറേഷനിലുള്ള റിസ്ക് മാതിരി ഇതിലെ റിസ്ക് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറിനോട് സംസാരിക്കൂ. മറക്കരുത്, സ്റ്റെറിലൈസേഷൻ STIയും STDയിൽ നിന്നും സുരക്ഷ നൽകില്ല. അതിനുവേണ്ടി കോണ്ടം ഉപയോഗിക്കുക. കൂടുതൽ ചോദ്യങ്ങൾക്കായി ഞങ്ങൾക്ക് ഇമെയിൽ അഥവാ SMS ചെയ്യുക. മറക്കരുത്, ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണാം.